ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്രാവശ്യത്തെ UPSC എക്സാം എഴുതിയോ, എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ആക്ച്വലി ഈ വീഡിയോ ഇടാൻ വൈകിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ 2 ദിവസം പനിയായിരുന്നല്ലോ, പിന്നെ ഒരു പേഴ്സണൽ ഇഷ്യൂസ് വന്നു. സോ അപ്പോൾ അതിൻ്റെയൊക്കെ പുറകെ ആയിരുന്നു, എന്നാണൊന്ന് ഫ്രീ ആയത് ആക്ച്വലി. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്രാവശ്യത്തെ UPSC എക്സാം എഴുതിയായിരുന്നു. എനിക്ക് സെൻറ്റർ വന്നത് എറണാകുളം മഹാരാജാസ് കോളേജിലായിരുന്നു. സോ എറണാകുളം മഹാരാജാസ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിവിടെ നിന്ന് അടുത്തായിരുന്നു മഹാരാജാസ്. ട്രാവലിംഗ് അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത് മെട്രോ ഉണ്ട്, നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും, അധികം ടൈമൊന്നും വേണ്ടി വരത്തില്ല. സോ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കോളേജും കൂടിയായിരുന്നു. എനിക്ക് പണ്ട് അവിടെ പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് തന്നെ സെൻറ്റർ മഹാരാജാസ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. മുന്നത്തെ ഒരു സെൻറ്ററിനെ വെച്ച് കഴിഞ്ഞ വർഷത്തെ എങ്ങാണ്ടും സെൻറ്ററിനെ വെച്ചിട്ട് അത്രയും ട്രാവലിംഗ് ബുദ്ധിമുട്ടില്ല നമുക്ക് എത്താൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ സെൻറ്റർ കിട്ടിയപ്പോൾ തന്നെ ഹാപ്പി ആയിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സാമിൻ്റെ തലേന്ന് വരെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കുറച്ച് ദിവസം ഉണ്ടാവില്ല, എക്സാമിന് മുന്നത്തെ കുറച്ച് ദിവസങ്ങളിൽ നല്ല ടെൻസ്ഡായിട്ട് നടന്ന ആളാണ് ഞാൻ. അതുപോലെ തന്നെ എന്താ പറയുക, എക്സാമിൻ്റെ തലേന്നൊന്നും ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ല, ഫുൾ ഉറങ്ങാതിരിക്കണമായിരുന്നു. സോ സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അതിന് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് പിന്നെയാണ് വന്നത്. എനിക്ക് എന്താണെന്ന് വെച്ചാൽ എക്സാം കഴിഞ്ഞിട്ടാണ് എനിക്ക് വന്നത്. എനിക്ക് നല്ല തലവേദന വരും ഉറങ്ങാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ എന്ത് ചെയ്യാൻ, എക്സാമിൻ്റെ തലേന്ന് ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പേപ്പറിനെ കുറിച്ച് പറയാം. പേപ്പർ 1 കുറിച്ച് പറയുകയാണെങ്കിൽ പേപ്പർ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മിക്സഡ് റിയാക്ഷനാണ് പേപ്പർ 1 തോന്നിയത്. കാരണം എല്ലാ തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻസും അതിൽ കാണാൻ പറ്റുമായിരുന്നു. അതായത് ഈസി ആയിട്ടുള്ളത്, ടഫായിട്ടുള്ളത്, പിന്നെ ഇതിന് അടുക്ക് നിൽക്കുന്ന മോഡറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിൽ കാണാൻ പറ്റുമായിരുന്നു. പിന്നെ ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമിന് പോയപ്പോൾ എനിക്കൊരു അപ്രോച്ച് ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും എന്താ പറയുക 100 ക്വസ്റ്റ്യൻസ് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പേപ്പർ 1 കാര്യമാണ് ഞാൻ പറയുന്നത്. 100 ക്വസ്റ്റ്യൻസും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അപ്രോച്ച് വെച്ചുള്ള ഞാൻ പോയത്. ഞാൻ നോക്കിയെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, നമുക്ക് ഒരു കട്ട് ഓഫ് ഉണ്ട്. എല്ലാ വർഷത്തെയും കട്ട് ഓഫ് വരുന്നത് നമുക്കറിയാം. സോ ആ ഒരു കട്ട് ഓഫിനേക്കാളും കൂടുതൽ മാർക്കുണ്ടല്ലോ, നമുക്ക് സേഫായിട്ട് നിൽക്കാൻ പറ്റുന്നൊരു മാർക്കുണ്ടല്ലോ, അതിന് വേണ്ട അത്ര ക്വസ്റ്റ്യൻസ് എന്ത് വന്നാലും ആൻസർ ചെയ്യണം എന്നുള്ളൊരു ടാർഗറ്റ് വെച്ചാണ് ഞാൻ എക്സാമിന് പോയത്. സോ പേപ്പർ 1 ഞാൻ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എല്ലാ തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഈസി, മോഡറേറ്റ്, ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. എനിക്ക് തോന്നുന്നു മോഡേൺ ഇന്ത്യ ഇപ്രാവശ്യം ആരും ഇത്രയും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ച് കാണത്തില്ല. കഴിഞ്ഞ വർഷമെല്ലാം ഒക്കെ 2 ക്വസ്റ്റ്യൻസ് പ്രിലിംസിന് മോഡേൺ ഇന്ത്യ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം പ്രിലിംസിന് ഏറ്റവും കൂടുതൽ ഹിസ്റ്ററിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചത് മോഡേൺ ഇന്ത്യയിൽ നിന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡേൺ ഇന്ത്യയിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം എനിക്ക് തോന്നുന്നു ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ടഫ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മളെന്തായാലും മെൻസിന് വേണ്ടി മോഡേൺ ഇന്ത്യ വായിക്കും. സോ ഇപ്പോൾ വായിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാൻ പറ്റുന്ന, ആൻസർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്കൊരു ഗസ്സെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് മോഡേൺ ഇന്ത്യയിൽ നിന്ന് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഈസി ആയിരുന്നു ഹിസ്റ്ററിയിലെ ക്വസ്റ്റ്യൻസ് എല്ലാം. നല്ല എളുപ്പമായിരുന്നു, ഈസി ആയിട്ടാണ് തോന്നിയത്. എല്ലാം നല്ല എന്താ പറയുക ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലേ ചോദിച്ചത് ഹിസ്റ്ററിയിൽ നിന്ന്. പിന്നെ രാജാ റാം മോഹൻ റോയുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ട്. അതും ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, വലിയ ഡിഫിക്കൽട്ടി ഒന്നും അതിൽ ഉണ്ടായില്ല. പിന്നെ വരുന്നത് പൊളിറ്റിയാണ്. പൊളിറ്റിയിലെ ക്വസ്റ്റ്യൻസ് എനിക്ക് ടു മച്ച് ലെങ്തി ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് കുറച്ച് ടൈം എടുത്തു എന്താ പറയുക എൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാനിങ്ങനെ വേർഡ് ഇങ്ങനെ നോക്കുമായിരുന്നു. എന്താ പറയുക ഈ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഈ ഒരു സെൻറ്റൻസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ. സോ എനിക്ക് പൊളിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ടൈം എടുത്തായിരുന്നു. പക്ഷേ ചോദിച്ചതെല്ലാം ലോക്പാലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലോക്പാലൊക്കെ ഇപ്രാവശ്യം കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരുന്നതായിരുന്നു. സോ അത് കാരണം എക്സ്പെക്റ്റഡ് ആയിരുന്നു ലോക്പാലൊക്കെ. എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. പിന്നെ സ്പീക്കറിനെയൊക്കെ കുറിച്ചിട്ട് എപ്പോഴും ചോദിക്കുന്നത് തന്നെ, അതിലും വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. പക്ഷേ ഈ ടു മച്ച് സെൻറ്റൻസ് ഇപ്പോൾ ഭയങ്കര ലെങ്തി പാരഗ്രാഫ് ആയതുകൊണ്ട് തന്നെ അതിൽ എന്താ പറയുക നമുക്ക് ഇത്തിരി ടൈം എടുത്തു. ഇത്തിരിയല്ല, നല്ല ടൈം എടുത്തു അത് ശരിക്കും നോക്കാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ എനിക്ക് എൻവയോൺമെൻറ്റ് എനിക്ക് ടഫായിരുന്നു. മീൻസ് ഞാൻ അത്തരം ക്വസ്റ്റ്യൻസ്
എനിക്ക് ഡിഫിക്കൽട്ടി ആയിരുന്നു എൻവയോൺമെൻറ്റ്. പിന്നെ എക്കണോമിയിലേക്ക് വരാൻ നേരത്ത് എനിക്ക് ഡിഫിക്കൽട്ടി ആയിരുന്നു. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയൊരു ടൈപ്പ് ഒരു മെത്തേഡ് ക്വസ്റ്റ്യൻസും ഇപ്രാവശ്യം ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുണ്ട്. അതായത് പ്രോബ്ലം മീൻസ് തിയറിയും കൂടി വരുന്ന ഒരു ടൈപ്പ് മിക്സ്ഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് ഇപ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 എണ്ണം എന്താ പറയുക, പ്രൈമറി ഡെഫിസിറ്റ്, ഫിസിക്കൽ ഡെഫിസിറ്റ്, അങ്ങനെ ഇതൊക്കെ ചോദിച്ചിട്ട്. പിന്നെ എക്കണോമി എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടി ആയിരുന്നു. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റും ചില ക്വസ്റ്റ്യൻസ് എനിക്ക് നല്ല ഡിഫിക്കൽട്ടി ആയിരുന്നു. ഒരു ആർട്ടിക്കിൾ 6 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, എനിക്കത് ടഫായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ റിലേഷൻസിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഈസി ആയിരുന്നു. ഇപ്പോൾ നാറ്റോയുടെ മെമ്പേഴ്സിനെ കുറിച്ചിട്ട്, നാറ്റോ ഒക്കെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം അത് പഠിച്ചു വെച്ചതാണ്, നാറ്റോ ചോദിക്കുമെന്ന് ഓർത്തിട്ട്. കാരണം ഉക്രൈൻ റഷ്യ പ്രശ്നമൊക്കെ നിൽക്കുന്ന ടൈം. സോ നാറ്റോ മെമ്പേഴ്സിനെ കുറിച്ചിട്ട് നമ്മളെല്ലാവരും നോക്കിയിട്ടുണ്ടാവുമായിരിക്കും. പിന്നെ ബിംസ്റ്റിക്കിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായിരുന്നു ചോദിച്ചിരിക്കുന്നത്, പിന്നെ UPA അക്സെപ്റ്റഡ് കൺട്രീസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് കറക്റ്റ് എന്താ പറയുക, ജർമ്മനി ഇല്ലയെന്ന് എനിക്കറിയാം, ഉറപ്പായിരുന്നു എനിക്ക് ജർമ്മനി ഇല്ല. ബാക്കി UAE, ഫ്രാൻസ് ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, ശ്രീലങ്ക ഉണ്ടെന്നറിയാം. പക്ഷേ എനിക്ക് ബംഗ്ലാദേശിൽ നല്ലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബംഗ്ലാദേശ് ഉണ്ടോ ഇല്ലയോ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പിന്നെന്താണെന്ന് വെച്ചാൽ ആ ഒരു ക്വസ്റ്റ്യൻ റിസ്ക് എടുത്ത ക്വസ്റ്റ്യൻസുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻസിൽ റിസ്ക് തന്നെ എടുത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ UPSCക്ക് ഒരു പാറ്റേൺ ഉണ്ട്. നമുക്ക് UPSCയുടെ PYQs നല്ലപോലെ അനലൈസ് ചെയ്യുന്നവർക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. UPSCക്ക് ഈ ചില ക്വസ്റ്റ്യൻസിലൊക്കെ ഉണ്ടല്ലോ, only 3 ഓപ്ഷൻസിൽ only 3നോട് ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ട് തന്നെ ഞാനും only 3 ആണ് ആൻസർ ചെയ്തത്. അത് ഭാഗ്യവശാൽ അതെൻ്റെ കറക്റ്റായി, ബംഗ്ലാദേശ് ഇല്ലായിരുന്നു. അങ്ങനെ ചില ഇതൊക്കെ ഉണ്ട്. നമുക്ക് PYQ ചെയ്യുന്നതുകൊണ്ട് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. പിന്നെ കുറച്ച് കറണ്ട് അഫെയർസിൻ്റെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 2 സ്പോർട്സിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ചെസ്സ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കൊക്കോടെ ഉണ്ടായിരുന്നു, അത് എനിക്കറിയില്ലായിരുന്നു, ഞാൻ സ്കിപ്പ് ചെയ്തു. പിന്നെ രാഷ്ട്രീയ ഗൂഗിൾ മിഷൻ, അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ലായിരുന്നു, ഞാൻ സ്കിപ്പ് ചെയ്തായിരുന്നു അത്. എനിക്ക് ജോഗ്രഫി എളുപ്പമായിട്ടാണ് തോന്നിയത്, എനിക്ക് ഈസി ആയിരുന്നു ജോഗ്രഫി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജോഗ്രഫി പഠിക്കുന്ന ടൈമിലുണ്ടല്ലോ, എന്താ പറയുക, ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാനൊരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള PYQs ചെയ്യുമായിരുന്നു. ഇപ്പോൾ ആ റിവിഷൻ്റെ ടൈമിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ ചോദിച്ച കുറേ ചോദ്യങ്ങൾ എനിക്ക് എക്സാക്റ്റ് ചോദ്യമല്ല ഞാൻ പറയുന്നത്, എക്സാക്റ്റ് ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ല, പക്ഷേ അതുപോലെ അതിനെ റിലേറ്റ് ചെയ്യുന്ന ആ ഒരു സെയിം ക്വസ്റ്റ്യൻസൊക്കെ അത് ഞാൻ ആ ഒരു PYQൽ ചെയ്തായിരുന്നു. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലേ, ഇപ്പോൾ അറ്റ്മോസ്ഫിയർ ഇല്ലായിരുന്നെങ്കിൽ അടുത്ത സർഫസിൽ ടെമ്പറേച്ചർ ഫ്രീസിങ് പോയിൻ്റ് ആകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ. അത് ആക്ച്വലി അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഗൂഗിളിൽ മറ്റേ ഈ ക്ലൈമറ്റോളജി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കിയ സമയത്ത് എനിക്ക് തോന്നുന്നു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു ഇത് ഉണ്ട്, ആപ്പ് എന്ന് പറയുന്നത്. അതിൽ വെസ്റ്റ് ബംഗാൾ പോലീസ് സർവീസിലായിട്ടുള്ളതോ അങ്ങനെ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് തോന്നുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ ഇത് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. എനിക്ക് കണ്ട നല്ല ഓർമ്മയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്കത് ആൻസർ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ എനിക്ക് വലിയ ഇതൊന്നും തോന്നിയിട്ടൊന്നുമില്ല, എനിക്കത് ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ ഒരു ജാനുവരി ഒരു എന്താ പറയുക, നോർത്തേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതും നമുക്ക് ഈസി ആയിരുന്നു. നമ്മളത് PYQs അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്ത് ഒരുപാട് PYQs ക്ലൈമറ്റോളജീനെ റിലേറ്റ് ചെയ്ത് എല്ലാം ഗൂഗിളിൽ അവൈലബിൾ ആണ്. നമ്മൾ നന്നായിട്ട് ഗൂഗിളിലൊന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കാണാൻ പറ്റും ഓരോരോ എക്സാം. ഇപ്പം നമ്മൾ UPSCയുടെ ആൻസർ ചെയ്യാൻ നേരത്ത് ഇപ്പോൾ UPSCയുടെ PYQs പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കാതെ ഉണ്ടല്ലോ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ
NDA, പിന്നെ ജിയോ സയൻറ്റിസ്റ്റ്, UPSC നടത്തുന്ന NDA എക്സാമിൻ്റെയും ജിയോ സയൻറ്റിസ്റ്റിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുക, ആൻസർ ചെയ്യാൻ പറ്റുക. നമ്മുടെ സിലബസിലുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് ആൻസർ ചെയ്യാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ നമുക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ഇതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ പോലീസ് സർവീസസിൻ്റെയൊക്കെ എക്സാം ഉണ്ടാവുമല്ലോ, UPPSC അങ്ങനത്തെ എക്സാമൊക്കെ ഇല്ലേ, അതൊക്കെ അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, നമ്മുടെ സിലബസിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നോക്കുക. സോ അത് യൂസ്ഫുൾ ആട്ടോ, സീരിയസ്ലി യൂസ്ഫുൾ ആണത് നമുക്ക്. സോ അങ്ങനെയായിരുന്നു എനിക്ക് പേപ്പർ 1 പോയത്. ഒരു മിക്സ്ഡ് റിയാക്ഷൻ ആയിരുന്നു എനിക്ക്. എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഞാൻ പറഞ്ഞല്ലോ, എനിക്കത് കാണാൻ പറ്റിയിട്ടുണ്ട്. ഈസി ആയിട്ടുള്ളതുണ്ട്, ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേപ്പർ 2 ആണ് എന്താ പറയുക, എനിക്ക് അത്രയും ഹാപ്പിനെസ് ഒന്നും പേപ്പർ 2 എഴുതിയതിന് ശേഷം എനിക്ക് ഉണ്ടായിട്ടൊന്നുമില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ ടാർഗറ്റ് വെച്ച് പോയിട്ടുണ്ടായിരുന്നു, ഇത്രയും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം എന്ന് പറഞ്ഞാൽ. പക്ഷേ എനിക്ക് പേപ്പർ 2 അതായത് CSAT പേപ്പറിന് എനിക്ക് അത്രയും ക്വസ്റ്റ്യൻസ് എഴുതാനുള്ള ടൈം തികഞ്ഞില്ലായിരുന്നു. അതിന് കാരണം എന്ന് വെച്ചാൽ പേപ്പർ 2 കാര്യത്തിൽ ടൈം മാനേജ്മെൻറ്റ് നല്ലൊരു എന്താ പറയുക, മര്യാദക്കല്ല ഞാൻ ടൈം മാനേജ് ചെയ്തത്. അതുപോലെ തന്നെ ഞാൻ അത്രയും മോക്ക് ടെസ്റ്റ് എടുത്തേ ഇല്ല CSAT കാര്യത്തിൽ. അതൊക്കെ എന്താ പറയുക പോരായ്മ തന്നെയായിരുന്നു CSAT കാര്യത്തിൽ വരാൻ നേരത്ത്. പിന്നെ CSAT വരാൻ നേരത്ത് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയാം. ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടല്ലോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻസ് ഉണ്ടല്ലോ, അത് നല്ലപോലെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വർക്കൗട്ട് ചെയ്ത് നമുക്ക് നല്ലപോലെ ഒരു പ്രാക്ടീസ് ആവുമല്ലോ. സോ അതെനിക്ക് ഇപ്രാവശ്യം അത് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CSAT വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ പേപ്പർ നല്ലപോലെ ഒന്ന് അനലൈസ് ചെയ്യുക. പേപ്പർ നല്ലപോലെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും മാത്സിൻ്റെ സെക്ഷനിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് UPSC ചോദിക്കുന്നത് ഇതിൽ നിന്നാണ്, നമ്പർ സിസ്റ്റത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഏകദേശം 10, 16, 19 അത്രയും ക്വസ്റ്റ്യൻസൊക്കെ UPSC നമ്പർ സിസ്റ്റത്തിൽ നിന്ന് മാത്രമായിട്ട് ചോദിക്കും. സോ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നല്ലപോലെ പഠിച്ചു വെക്കുക. സോ അതൊക്കെ തന്നെയായിരുന്നു എൻ്റെ ടാർഗറ്റും. അപ്പോൾ മാത്സിൻ്റെ ഒരു ബേസ് പഠിച്ചു കഴിഞ്ഞ് പിന്നെ ഞാൻ ചെയ്തെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PYQs ചെയ്ത് കഴിഞ്ഞപ്പോൾ PYQs സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇപ്രാവശ്യം റിപ്പീറ്റഡ് ആയിരുന്നു, നമ്പർ സിസ്റ്റത്തിലെ ചില ക്വസ്റ്റ്യൻസ്. സോ അതെനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് ചെയ്യാൻ പറ്റിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ PYQs ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, മുന്നേ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റിയത്. പിന്നെന്താണെന്ന് വെച്ചാൽ നമ്പർ സിസ്റ്റത്തിൻ്റെ പാടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു, കുറേയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെന്താ റീസണിങ്ങും ഞാനിപ്പോൾ CSAT ഒരു ബാലൻസ്ഡ് അപ്രോച്ച് വെച്ച് പോയത്, അതായത് 3 നോക്കിയിട്ടുണ്ടായിരുന്നു, റീസണിങ്ങും മാത്സും ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻസും നോക്കിയിട്ട് തന്നെ പോയത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റ് എടുക്കാത്തതിൻ്റെ നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. അത് പേപ്പർ 1 എങ്ങനെയോ മാനേജ് ചെയ്തു, പക്ഷേ പേപ്പർ 2 വരുമ്പോൾ എനിക്ക് അത്രയും മാനേജ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ അതായിരുന്നു എനിക്കൊരു മേജർ പ്രശ്നം എന്ന് തോന്നിയത്, അതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത്രയ്ക്ക് ഹാപ്പി അല്ലായിരുന്നു എക്സാം കഴിഞ്ഞിട്ട്. സോ ഇതാണ് എൻ്റെ പ്രിലിംസ് എക്സാമിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ എക്സാം കഴിഞ്ഞപ്പോൾ എക്സാമിന് മുന്നേ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എക്സാം കഴിഞ്ഞിട്ട് എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല. ഞാൻ ഭയങ്കര കൂൾ മൈൻഡഡാണ്. പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ പേപ്പറിൽ ഇപ്പോൾ ഞാൻ എക്സാം കഴിഞ്ഞ് ഇതുവരെ ഞാൻ പേപ്പർ എടുത്ത് നോക്കിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ആൻസർ കീ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ പല ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻസേഴ്സ് പബ്ലിഷ് ചെയ്യുമല്ലോ, അപ്പോൾ ഞാൻ അതൊന്നും ചെക്ക് ചെയ്യാൻ നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്താ വിചാരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റിസൾട്ട് വരുമ്പോൾ വരട്ടെ, നമുക്കപ്പോൾ അപ്പം നോക്കിയാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോഴേ നോക്കി വെറുതെ ടെൻഷൻ അടിച്ച് പിന്നെ കട്ട് ഓഫ് എത്രയായിരിക്കും എന്ന് ഓർത്ത് അതിനെക്കുറിച്ച് ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നിയത്. നമുക്ക് ഡയറക്റ്റ് ഇപ്പോൾ തന്നെ മെയിൻസിൻ്റെ പ്രിപ്പറേഷനിലോട്ട് പോകാം. ഇപ്രാവശ്യം ചിലപ്പോൾ തോറ്റാലും ശരി, ഇപ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത പ്രാവശ്യമെങ്കിലും നമുക്ക് എന്താ പറയുക, നമ്മൾ മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ എന്തായാലും ചെയ്യണം. സോ എന്തായാലും മെയിൻസിൻ്റെ ഇത് തന്നെ പ്രിപ്പറേഷൻ ചെയ്യാമെന്ന് ഞാൻ കരുതി. അത് കാരണം ഞാൻ പേപ്പർ നോക്കിയിട്ടില്ല. സോ ഇതാണ്
എൻ്റെ പ്രിലിംസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ റിസൾട്ട് എന്തായാലും ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറയും. ഇനി നീ തോറ്റാലും ശരി ജയിച്ചാലും ശരി നിങ്ങളുടെ അടുത്ത് വന്ന് പറയും. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.